പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി പാപാന്ധകാരത്തിനകത്ത് ജഡമോഹത്തിനവൻ വീഴുമ്പോൾ ആത്മാവ് പാതാളത്തെ നരകയാതന അനുഭവിക്കാതെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു. ബേഥലഹേമിൽ അവൻ ജനിക്കപ്പെട്ടു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ അവൻ എവിടെ? യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനമേൽക്കുന്നു. ഒരു കുഞ്ഞാട് പരമയാഗമാകണം. 3.5 വർഷത്തെ മിനിസ്ട്രി നടക്കുമ്പോൾ മത്തായി 21 വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരത്തേക്ക് കടന്നു വരുന്നു. ഒലിവുമലയുടെ താഴ്വാരം വന്നപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയും അഴിച്ചു കൊണ്ടുവരണം. കുന്നപ്പുഴക്കാർ ചോദിക്കുക, ആവശ്യമുണ്ടോ? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണം. യേശു ജനിക്കുന്നതിൻ്റെ പിറകിൽ 2550 ഇന്നേക്ക് ജനനത്തിന് 550 പിറകിൽ സെക്കരിയാവ് എഴുതി വെച്ചു. സെക്കരിയാ പ്രവചനം 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. ഇന്ന് രാത്രി 5 കാര്യം ഈ വനാന്തരത്തിനകത്തുണ്ട്. സഹോദരങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. അന്ത്യകാലമെങ്കിലും വചനമങ്ങ് ഏറ്റെടുക്കണം. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞോ, അമ്മമ്മ ഒന്നീ ഭർത്താവ് മരിച്ചതായിരിക്കും, അല്ലെ അച്ഛൻ ഡൈവോഴ്സ് ആയിരിക്കും. 3 ഇനി പുറത്തു വരത്തില്ല, ശക്തമായ കയറുകൊണ്ട് വേരിനകത്ത് ബന്ധിച്ചിരിക്കുക. 4 വഴികളും വാതിലുകളും അടഞ്ഞു. 5 ഉലകം പറഞ്ഞു മരണമുറപ്പാ. ഇന്ന് രാത്രി പറയണ ലോകം പല കാര്യങ്ങളും പറയും, പക്ഷെ വരുവാനുള്ളവൻ വരാന്തരത്തിനകത്തിറങ്ങി വന്നാൽ ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ അടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ലാസ്റ്റ് മൊമെന്റിലെ പ്രത്യാശ കൈവിടരുത്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവാര് നിന്ദിച്ചവരുടെ നടുവിൽ നമ്മെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നമ്മെ ഉയർത്തുന്ന ദൈവം. യിശ്ശായിയുടെ കുറ്റിയിൽ ഒരുവനുണ്ട്, അവൻ്റെ പേരാ ദാവീദ്. പഴയ നിയമത്തിൽ വരുമ്പോൾ 7 അനുഗ്രഹം, പുതിയ നിയമത്തിൽ 7 എഫേസ്യർ വെളിപ്പാട് അനുഗ്രഹം. 7 കഴിഞ്ഞാൽ വരുന്നതെല്ലാം വേസ്റ്റ് ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു ദാവീദ് കിടക്കുക. അവൻ പേയാട് സ്കൂളിൽ പഠിച്ചിട്ടില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് അവൻ അറിയത്തില്ല, ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, അതിനുശേഷം ആധാറിലും പള്ളി രജിസ്റ്ററിലും പേരില്ല, ഒന്നുണ്ട്. വനാന്തരത്തിനകത്ത് ആടിനകത്ത് കാടി കലക്കി ആടുകളെ മേച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ നോട്ടം ഉയരത്തിലേക്കായിരുന്നു. ഇന്ന് രാത്രി കുന്നപ്പുഴ പറയണ അവങ്കലേക്ക് നോക്കിയവർ വനാന്തരത്തിനകത്ത് കടന്നാലും പ്രകാശിതരാക്കാൻ ദൈവത്തിന് കഴിയും. ചേട്ടന്മാർ PhDയും ഡോക്ടറേറ്റും ഒക്കെ എടുത്തിരിക്കുക. പക്ഷേ ശമൂവേലിനെ വീട്ടിൽ അയച്ചപ്പോൾ ശമൂവേൽ യിശ്ശായോട് പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും, നിനക്ക് PhD കാണത്തില്ല, MDയും DDയും കാണത്തില്ല. എന്നാൽ കാട്ടിനകത്ത് കരമടിച്ച് അന്യഭാഷയിൽ ആരാധിച്ച ദാവീദിനെ പറ്റി സ്വർഗത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് മാനിക്കുക. ഇന്ന് രാത്രി ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ ഒരു കാര്യം എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാണ്. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കുക? നീ പരാജയപ്പെടുക, നിന്റെ കുഞ്ഞുങ്ങൾ തളർന്നു പോകുക. ആരൊക്കെ പദ്ധതി വെച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് ഇവിടെ ശൗലുമാരുടെ കസേരകൾ തകരുമ്പോൾ ഡോക്ടറേറ്റ് ഇല്ലാത്ത ഒരു ദാവീദിനെ കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജകസേരയിൽ ഇരുത്തുക. ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം എൻ്റെ മരണം കാണുവാൻ കുന്നപ്പുഴക്കാർ കാത്തിരിക്കും. ഇന്ന് രാത്രി പറ, ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിൽ, ഞാൻ ആത്മാവിൽ ശ്രദ്ധിക്കുമെങ്കിൽ എൻ്റെ തലമുറകളെ കൊട്ടാരത്തിനകത്ത് എത്തിക്കുക. Something is happened in this moment, the precious moment. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങളുടെ അന്ധകാരം കെട്ടിയ കയറുകൾ പരിശുദ്ധാത്മാവ് അറക്കുന്ന രാത്രിയോ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറുകളെ അയക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി നീ കസേരയിലിരുന്ന് വാഗ്ദത്തം ഏറ്റെടുത്ത് ആരാധിച്ച നിന്റെ കുടുംബത്തിനകത്ത് കെട്ടിയ കയറുകളെ അറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇടുക്കി മൂലമറ്റത്ത് ഒരു ടർബൈൻ കറങ്ങുമ്പോൾ ഹല്ലേലൂയ, തിരുമല ടൗണിൽ ഒരു ഹൈമാസ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ വചന, the power of the word of the God. സ്വോത്രം സ്വോത്രം സ്വോത്രം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, നാട്ടുകാരെല്ലാം കുറ്റം പറഞ്ഞു. രാത്രി സഹോദരി പറയണം, ഓർക്കണ്ടവർ ഓർക്കത്തില്ല. നാട്ടുകാർ നിന്റെ ചരമഗീതം കാത്തിരിക്കുക, പക്ഷേ അതിൻ്റെ നടുവിലും അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുത്തിയാൽ നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ ഉയർത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 5 പ്രതികൂലം നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ 5 അനുകൂലമായ മറുപടി തരുവാൻ ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. കേട്ടോണേ കേട്ടോണേ, വനാന്തരത്തിനകത്ത്
ദൂതന്മാർ ചെന്ന് 1 കെട്ടുകൾ അഴിച്ചു, 2 രക്ഷയുടെ വസ്ത്രം, 3 പുറത്ത് കൊണ്ടുവന്നു, 4 ഉലകത്തിൻ്റെ നാഥൻ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു. പട്ടണത്തെ മുഴുവൻ ഇളക്കുന്ന ഇവനാർ, നസ്രേന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഓശാന ഓശാന. കുന്നപ്പിടക്കാരൻ നിന്റെ മരണം കാണാൻ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പൊന്നുപോലെ നടത്തുക. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ തകർച്ച കാണുവാൻ പട്ടണം കാത്തിരിക്കുക. നിന്റെ വീട്ടിൽ മരണക്കൊടി വരുന്നത് കാണുവാൻ ലോകർ കാത്തിരിക്കുക. നിന്റെ വീട് നന്നാവത്തില്ലെന്ന് ഉലകം പറയും. എന്നാൽ ഏത് വനാന്തരത്തിനകത്ത് കടന്നാലും പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിന്റെ അമ്മിക്കയറുകളെ പൊട്ടിച്ചുകൊണ്ട് പട്ടണത്തിനകത്ത് മാനിക്കുക. ഇന്ന് രാത്രി കഴുതയുടെ പിൻപിൽ ഒരു കരമിറങ്ങിയെങ്കിൽ ബ്രദർ, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറി, സിസ്റ്റർ കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി വിളിച്ച ദൈവത്തിന്റെ ദയ ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകയില്ല. യെസ്, വചനം ഏറ്റെടുത്തോണ്ട് ഇന്ന് രാത്രി പോകാവൂ. പിശാചിന്റെ കോട്ടകളെ കൺവെൻഷനകത്ത് തകർത്ത് നീ ജയം പ്രാപിച്ചോണം. സ്വോത്രം. 5, ഈ കഴുത എവിടെ കൊണ്ടു നിർത്തി? ദൈവാലയത്തിനകത്ത് കൊണ്ടു നിർത്തി. യഹൂദന്റെ ദൈവാലയത്തിനകത്ത് ഒരു കഴുത വന്നാൽ കഴുത്ത് ഞെരിച്ചവന്മാരും മലഞ്ചെരിവിലെറിയും. പക്ഷേ ഈ കഴുതയെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. സാധാരണ പുള്ളിയല്ല കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് അണ്ടകടാകത്തെ സൃഷ്ടിച്ചവൻ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയവൻ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ നിർത്തുന്ന ദൈവം, സോമ്പൂറയ്ക്കകത്ത് ഇന്ന് രാത്രി പാറകളെ നിർത്തുന്ന ദൈവം. ആ ദൈവം അറിയാതെ കുന്നപ്പുഴയിൽ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വച്ചാല് എൻ്റെ തലയിൽ ഒരു തലമുടി മാറി പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാലും നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ആ യാത്ര വരുന്നത് യെരുശലേം ദൈവാലയത്തിൽ. യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധയോടെ ഇനി വചനത്തിലേക്ക്. മത്തായി 24:1-2. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് കൽപ്പിച്ചു, കാണിച്ചു കൊടുത്തു, ഗുരു ആലയത്തിൻ്റെ പണിയെല്ലാം കാണിക്കുന്നതിൽ ബൈ റൂട്ട് ഒരു ഡ്രായിങ് പോകുന്നത് പോലെ ഇനി പോകത്തുള്ളൂ. ആ പെരുന്നാൾ ഓശാന പെരുന്നാൾ. യഹൂദന് 7 പെരുന്നാളുണ്ട്. ഓശാന പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, ഇങ്ങനെ അനവധി പെരുന്നാളുകളുണ്ട്. ആ ഒരു ഓശാന പെരുന്നാളിൽ യേശു വന്ന് ആലയത്തിനകത്ത് മധുരകരമായ ഒരു പ്രഭാഷണം നടത്തി. ആലയം വിട്ടുപോകുമ്പോൾ ദൈവാലയത്തിൻ്റെ പണി കാണിക്കുന്നു. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ശ്രദ്ധയോടെ ഇരിക്കണമേ. അങ്ങനെയെങ്കിൽ 4 ആലയങ്ങൾ ബൈബിളിനകത്ത്. 1 സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ തന്നെ പോയി. 2 ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം BC 606 നെബൂഖദ്നേസർ തകർത്തു. 3 കോരസ്, എൻ്റെ ഇടയ യസ്രാ, നെഹമ്യാവ്, സെരബാബേൽ അവരാൽ പണിയപ്പെട്ട ദേവാലയം ഭരണം മാറിയപ്പോൾ ഹെരോദാവിൻ്റെ ഒത്താശയിൽ 46 വർഷം കൊണ്ട് മെയിൻ്റനൻസ് നടത്തുന്ന ദേവാലയത്തിൽ യേശു വരുന്നു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. AD 30 പറഞ്ഞു. AD 70 ടൈറ്റസ് എന്ന രാജാവ് ആനയെ കൊണ്ടുവന്ന ആലയം തകർത്ത് കളഞ്ഞു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിഷയം യഹൂദനാലയമില്ല. ഇന്ന് രാത്രി അതിലേക്ക് അവൻ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് യേശു, നാടൻ ഭാഷ ഇവിടെ കുഞ്ഞുങ്ങൾ കട്ടൻ ചായ എന്നപോലെ യേശുവിന് കട്ടൻ ചായ കൊടുത്തു. കട്ടൻ ചായ ഒന്നും കുടിച്ചില്ല. യേശു പോയി. എവിടെ പോയി? ഞങ്ങളുടെ കണക്ക് ഉപദേശിമാരുടെ കണക്ക് നെയ്യാറ് ചൂണ്ടയിടാനല്ല പോയത്. അവൻ ഒലിവ് മലയിൽ തനിച്ചിങ്ങനെ അപ്പൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ സമാധാനത്തിച്ചത് യേശുവിനോട് ചോദിച്ചു, യേശുവെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടു, പക്ഷെ അന്നൊന്നും ഈ 3 കാര്യം പറഞ്ഞില്ല. നിൻ്റെ ക്രൂശീകരണം, ലോകം അവസാനിക്കും, അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ. ബൈബിൾ 3 ലോകങ്ങൾ. 1 പുരാതന ലോകം, അത് പോയി. ആദിയിൽ ദൈവം, ആകാശം, ഭൂമി, പാഴും ശൂന്യം, ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതിന് ജോഗ്രഫിയായിട്ട് പറയുന്ന പേര് കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് പോയി. ഇന്നത്തെ ലോകം അതെന്തിനാ? തീക്കായി. 2 പത്രോസ് 3:10 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, അതിലെ സകല പണികളും വെന്തുരുകി പോകും. ഇതിൻ്റെ പേര് അയോൺ. പക്ഷേ ഇന്ന് രാത്രി ചൂടിനെയും മഴയും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ വന്നത് ഒരു പുതുവാന ഭൂമിയുണ്ട് നമുക്ക്. വെളിപ്പാട് 21:1-2 ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൻ്റെ പ്രത്യേകത എന്താ? അന്ന് റോസയിൽ മുള്ളില്ല, തെങ്ങ് കള്ളില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കും, ഇടുക്കി, സന്തോഷമില്ലല്ലോ. അതിൻ്റെ പേരാ പുതുവാന ഭൂമി. അതുകൊണ്ടാണ് ഞങ്ങൾ കൊയർ പാടും, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. ആ വീടാ പുതുവാന ഭൂമി. അപ്പോൾ യേശുവിനോട് ചോദിച്ചു. യേശു ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? സ്തോത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ ലക്ഷണമോ ഇസ്രായേലിൻ്റെ ലക്ഷണം എന്ന് പറയും. ആരും
നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവി. സന്തോഷമില്ലല്ലോ? ഞാനല്ല, തെറ്റിക്കുന്ന ഉപദേശക്കാർ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. എന്താ തെറ്റ്? രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, മരണാനന്തര ന്യായവിധി, നിത്യത. ഇത് പ്രസംഗിക്കാത്ത ഉപദേശിമാർ നമ്മുടെ പട്ടണത്തിൽ എഴുന്നേക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? 1-2 രാത്രിയിൽ ഈ കൺവെൻഷനോട് കൂടി തിരുവനന്തപുരം ജില്ലയിൽ 900 രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുക. സ്വോത്രം. ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ബിഴവൂർ ഏരിയ കഴിഞ്ഞിട്ട് ഇനി ഞാൻ നേരെ പോകുന്ന മലപ്പുറത്ത് കഴിഞ്ഞിട്ട് വരുന്ന പാറശാല കഴിഞ്ഞിട്ട് തൊട്ട് പിറവേ വരുന്നത് നെടുങ്കുഴി അസംബ്ലീസ് ബോർഡിൽ, അത് കഴിഞ്ഞ് ആറയൂർ ഏരിയ, അത് കഴിഞ്ഞ് കൊറ്റാമ IPC. സന്തോഷമില്ലല്ലോ? സ്വോത്രം. സത്യസുവിശേഷം രക്ഷ പ്രസംഗിക്കാതെ, മാനസാന്തരം പ്രസംഗിക്കാതെ, നിത്യത പ്രസംഗിക്കാതെ വരുവാനിരിക്കുന്ന കാലങ്ങളെ പറ്റി യേശുവിനെ കണ്ടാൽ സിറ്റിയിൽ വീട്, കൊച്ചിനെ കാനഡ, അത് കഴിഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ്, അച്ചായന് ആൾട്ടോ മാറി ഇന്നോവ. സ്വോത്രം. ഇതൊക്കെ വരുമെന്ന്. സ്വോത്രം. ഇപ്പം ചിലർ പറയുന്നത് 1.5 കോടി അക്കൗണ്ടിൽ വരുമെന്ന്. സന്തോഷമില്ലല്ലോ അമ്മമ്മ? സ്വോത്രം. കൊല്ലങ്ങളായിട്ട് പ്രസംഗിക്കുന്നു. സ്വോത്രം. ഇത് കണ്ടിട്ട് എനിക്ക് ഒരു അക്കൗണ്ടേ ഉള്ളായിരുന്നു. ഇനി ഒന്നങ്ങാണ് ബ്ലോക്കായി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ എടുത്ത്. സ്വോത്രം. 1 കോടി വന്നിരുന്നേ 10,000 ബിബിൻ പാസ്റ്റർക്ക് കൊടുത്താണ്. സ്വോത്രം. എൻ്റെ പൊന്നു മക്കളെ, ഇതിനകത്തെങ്ങും വീടരുത്. ഇതായിരിക്കുന്ന ഷിബു പാസ്റ്റർ, ഇതിൻ്റെ പുറകെ ഓടിയ കുറേ ആൾക്കാർ പട്ടണത്തിലുണ്ടായിരുന്നു. എല്ലാം പരിപാടിയായിപ്പോയി. അന്ന് ഞാൻ അവരോട് പച്ചയ്ക്ക് വാണിംഗ് കൊടുത്ത്, പ്രസംഗം കുറവോ വേദി കുറവോ സത്യസുവിശേഷത്തിന് വേണ്ടി നില്ല്. സ്വോത്രം. യേശു വന്നത് വീടും കാറും തരാനല്ല, നിത്യതയിൽ മനുഷ്യൻ്റെ ആത്മാവിനെ എത്തിക്കാനാണ്. സ്വോത്രം. അപ്പം എല്ലാവരും പറയും, പാസ്റ്റർ പ്രസംഗിക്കുന്ന ബൈബിളിൽ അഭിവൃദ്ധി ഇല്ലയോ എന്ന്. സ്വോത്രം. ഈ ബൈബിൾ അന്നും ഇന്നും ഒന്ന് തന്നെ. സ്വോത്രം. അഭിവൃദ്ധി ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ കാര്യം എന്താ? മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്കണം. വചനപ്രകാരം രക്ഷയുടെ പെട്ടകത്തിൽ കടന്നാൽ കുന്നപ്പടി ഒരു വീട് തരാൻ ദൈവത്തിനറിയാം. സന്തോഷമില്ലല്ലോ? ഒരാൾട്ടോക്കാർ തരാൻ ദൈവത്തിനറിയാം. ഒരു കൊച്ചിനെ കാനഡ വിടാനും ദൈവത്തിനറിയാം. ഇത്രയൊക്കെ പോരെ അമ്മമ്മേ? അദാനിയുടെ കണക്ക് എല്ലാം കൂടെ തന്നിട്ട് എല്ലാം കൂടെ പോയിട്ട് BP അടിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സത്യവചനം കേൾക്കണം. വചനം അനുഗ്രഹത്തിൻ്റെതാ. പക്ഷെ നമ്മുടെ ആഗ്രഹം നിത്യതയിലെത്തണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ആ കാലം എപ്പോഴെന്നറിയാകിയാൽ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ വായിക്കുന്നു. ഇനിയെല്ലാം വേഗത്തിൽ. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 34 വേഴ്സ് 22, 23, 24. വായിച്ചാട്ട് മോളെ വേഗത്തിൽ വായിച്ചാട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അത്തി ആരാ? ഇസ്രായേൽ. പറഞ്ഞു തരാം. അടുത്തത്, അത് കൊമ്പിളതായി. ലോകം മൊത്തം പടർന്നുകൊണ്ടിരിക്കുക. കൊമ്പിളതായി, ഇല തളിർക്കുമ്പോൾ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വരാൻ പോവാ. ഇസ്രായേലിന്റെ പേരിൽ ഒരു അന്തിമയുദ്ധം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും ഇതെല്ലാം നിങ്ങൾ കുന്നപ്പുഴയും തൃക്കണാപുരത്ത് വരുന്ന കാണും. ഇതൊക്കെ കാണുമ്പോൾ യേശു അല്ല, വേറൊരച്ചായൻ വാതിക്ക കർട്ടന് പിൻപിലായിരിക്കുന്നു. അടുത്ത വാക്ക്, അറിഞ്ഞുകൊള്ളുവിൻ. ഇതെല്ലാം കുന്നപ്പുഴ ഇരിക്കുന്നവർ കാണും. ഇതൊക്കെ സംഭവിക്കുന്നോളും. ഞാനല്ല, യേശു പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന 95% അച്ചായന്മാരും അമ്മമാരും പെട്ടി കയറത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ? അയ്യോ, നിങ്ങൾ ജനലാശുപത്രി കൊണ്ട് ഫ്രീസ് അടിച്ച് നിങ്ങളുടെ മൂക്കി പഞ്ഞി വെക്കത്തില്ലെന്ന്. സ്വോത്രം. അതിനുമ്പ് ഏലിയാവ് പോയതുപോലെ ഈ തലമുറ ചിലർ പോകുമെന്ന്. സ്വോത്രം. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഞാനല്ല. അടുത്ത വാക്ക്, ആകാശവും ഭൂമിയും. വായിക്കാം. ആകാശവും വായിച്ചോളൂ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ? ഈ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവ് മാത്രമല്ലാതെ സജുജാത്തന്നൂരോ പോൾ ഗോപാലകൃഷ്ണൻ സാറോ അല്ലെങ്കിൽ തോമസ് മാമനോ ജോൺ പി തോമസോ ഞങ്ങളൊക്കെ അന്ത്യകാലം പ്രസംഗിക്കുന്നത്. ഞങ്ങൾ നാളെ കുന്നപ്പുഴ പറയാ ഇത്രാം തീയതി എത്ര മണിക്ക് യേശു വരുമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളെ സ്റ്റേജിൽ നിന്ന് ചായം കൊടുത്ത് യാത്ര ആക്കണം, പ്രസംഗം നിർത്തിക്കോണം. യേശു ഇത്ര സമയത്ത് വരുന്നെന്ന് യേശുവിനും അറിയത്തില്ല, കൂടെ വരുന്ന കമാൻഡോസും അറിയത്തില്ല. പിന്നെ അങ്ങനെ സിറ്റി ഒരുത്തം വിളിച്ച് പറഞ്ഞ 2025 യേശു വരുമെന്ന്. ആ പ്രവാചകന്റെ പേരാ കള്ളപ്രവാചകൻ. സന്തോഷമില്ലല്ലോ? ആ നാളും ആ നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ. വായിച്ചാട്ടെ മോളെ, വചനം ക്ലിയർ. എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും. വരുന്നവർക്കാർക്കും അറിയത്തില്ല ഏത് സമയം യേശു വരുന്നു. സ്വോത്രം. അടുത്തത്, ഇത് വരവിന്റെ ലക്ഷണങ്ങൾ. വായിച്ചാട്ടെ. പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലത്ത് യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഓറഞ്ചും. സന്തോഷം ഇല്ലല്ലോ? നാളെ സമയം കിട്ടുമെങ്കിൽ നേരത്തെ അങ്ങ് വന്നാൽ അതൊക്കെ പറഞ്ഞു തരാം. സ്വോത്രം. അടുത്തത് ലോത്തിന്റെ. വായിച്ച മോളെ. മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ
ആ കാലമാ ഇന്നത്തെ കാലം വിറ്റും നട്ടും കുടിച്ച് നിൽക്കാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, കർത്താവിന്റെ വരവിന്റെ 4 ലക്ഷണങ്ങൾ ഇന്ന് രാത്രി മുതൽ ചിന്തിക്കാം. 1 അത്തിയാകുന്ന യഹൂദൻ, 2 എതിർ ക്രിസ്തുവിന്റെ ഭരണം, 3 പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം, 4 ഒരേകലോക മതം അന്ത്യദിനത്തിൽ വരും. ആരാ ഏകലോക മതം? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഉലകത്തെ പിടിക്കുവാൻ പോകുന്നു. അതുകൊണ്ടായി കോവിഡ് കാലത്ത് അദ്ദേഹം റൊമേനിയ, കാനഡ, ബഹ്റിൻ, അബുദാബി, ഇറാഖ്, ഇന്ത്യയിലും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വരാൻ പോകുന്ന റൂട്ട് റെഡി. ഇന്നത്തെ ഛത്തീസ്ഗഡിലെയും ഡൽഹിയിലെയും വിഷയമല്ല. കത്തോലിക്ക സഭയുടെ ആൻഡ്രൂസ് താഴത്ത് എന്ന പിതാവ് മോഡി സാറിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞു, മാർപ്പാപ്പയെ ഇവിടെ ഇറക്കണമെന്ന്. ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇറങ്ങിയിരിക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഒരു മതം പിൻപിൽ റെഡിയാക്കാൻ പോകുന്നു. അന്ത്യദിനങ്ങൾ. എൻ്റെ വിഷയം 1 അത്തി. ഇസ്രയേലിലെ 3 മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. അത്തി അവൻ്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ. 2 മുന്തിരി അവൻ്റെ ആത്മീയം. യോഹന്നാൻ 15:2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. 3 ഒലിവ്. അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? നല്ല സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം പേയാട് ബിവറേജസിൽ എത്തത്തില്ല. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ചന്ദനമഴ കാണത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നെയ്യാറ് ചൂണ്ടയിടാൻ പോകത്തില്ല. അങ്ങനെ ഒരു സങ്കീർത്തനം വല്ലവരും കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. കല്യാണത്തിന് വായിക്കുന്ന സങ്കീർത്തനം 128. നിങ്ങൾ താഴെ ഫ്രൈഡ് റൈസും ഒക്കെ ഞങ്ങൾ കവർ നോക്ക്. സ്വോത്ര. അന്നേരമായി ഈ സങ്കീർത്തനം വായിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിന്റെ വീട്ടിൽ. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കുക. അപ്പോൾ 1 അത്തി രാഷ്ട്രീയം, മുന്തിരി അവൻ്റെ ആത്മീയം, ഒലിവ് സൗന്ദര്യം, 3 മരം. എങ്കിൽ ഇന്ന് രാത്രി ഈ കോവിഡിൻ്റെ മറവിൽ ഒരു അച്ചായൻ വരാൻ പോന്നു. ലോക ഭരണം ഏറ്റെടുക്കുവാൻ. കേരളത്തിലെ സ്ഥിതി ആര് ശരിയാക്കും? ബാക്കി കാര്യങ്ങൾ ആര് റെഡിയാക്കും? അങ്ങനെയെങ്കിൽ ലോകം ഒരുവനെ മാടി വിളിക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ ഏക ലോക ഭരണം വാതിൽക്കലെത്തി. കുഞ്ഞുങ്ങൾ മുഴുവൻ പറയുന്നു, ന്യൂ വേ വേൾഡ് ഓർഡർ. 1 ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. നാളെ ഞാൻ ചിന്തിച്ചു തുടങ്ങും. 2 ഒരു അന്തിമ യുദ്ധം നടക്കും. അതിൻ്റെ നാന്ദിയ റഷ്യ, ഉക്രൈൻ. അത് കഴിയുമ്പോൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു അന്തിമ യുദ്ധം നടക്കും. എസെക്കിയേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ റഷ്യയെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഇന്നത്തെ ഉക്രൈനിൽ കൂടെ ഈ അടി പോകും. വടക്കേ അറ്റത്ത് സിറിയയുടെ മണ്ടയിൽ നിന്ന് ഞാൻ ഇസ്രായേൽ പർവ്വതനിരകളിൽ നിന്നെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുക്കാൻ പോകുന്നു. 3-ാം ലോകമകായിത്വത്തോടുകൂടി ലോകം അവസാനിക്കത്തില്ല. ഒരച്ചായൻ പിൻപിൽ വരാൻ പോകുന്നു. അതിൻ്റെ പേരാ കോവിഡ്. അങ്ങനെ അച്ചായൻ എവിടെ നിന്ന് വരും? വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2. പുറകെ ദാനിയേൽ. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും. അവിടെ നിൽക്കട്ടെ മോളെ. പെതിയെ പോണം. എല്ലാവരും നല്ല സയൻറ്റിഫിക് ഉള്ളവരല്ല. നമ്മുടെ സാധാരണ മനുഷ്യരെ കുന്നപ്പുഴയുള്ള മക്കള് സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകണ്ട. നമുക്ക് വേണാട് പോകുന്ന പോലെ പോയാൽ മതി. നിൽക്കട്ടെ. അപ്പോൾ 10 കൊമ്പും 7 തലയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ? നിങ്ങൾ ചോദിക്കും. ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ. അപ്പോൾ ആ യുദ്ധം കഴിയുമ്പോൾ ഒരുവൻ എഴുന്നേൽക്കും. 10 കൊമ്പ് 7 തല. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. 10 കൊമ്പാര. ഇന്നത്തെ തകർന്നു പോയ യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരുന്നു. യൂറോപ്യൻ യൂണിയൻ എത്ര? 27 രാഷ്ട്രങ്ങൾ. അതിൽ 12 രാജ്യങ്ങൾക്ക് വോട്ടവകാശമുള്ളൂ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഇത് 2 കർത്താവ് വെട്ടും. അതിൽ ഒരുത്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രിട്ടൻ. 2-ാമത്തവൻ്റെ പേരാ ജർമ്മനി. ഇത് 2 പോയാൽ 10 കൊമ്പ് റെഡി. കരമുയരുന്നില്ലല്ലോ. അതിനു മുമ്പ് നമ്മുടെ നാഥൻ മധ്യാകാശത്തിൽ വരും. ഒരു ഭരണം വരണമെങ്കിൽ മതക്കാരെല്ലാം ചെന്ന് നേതാക്കളെ കാണും. അതിൻ്റെ അർത്ഥം IPCയുടെ കുമ്പനാട് കൺവെൻഷൻ നടന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ കുമ്പനാടി എന്നു. കരമുയരുന്നില്ലല്ലോ. അച്ഛൻ്റെ സ്വോത്രം. ചായ ഒന്നും തരണ്ട സ്വോത്രം. അപ്പം VD സതീശൻ സാർ എന്നപ്പോൾ സഖാവ് പിണറായി വീണ ജോർജ് ചേച്ചിയോട് പറഞ്ഞു, ഞായറാഴ്ച രാവിലെ അവിടെ ചെന്ന് ഹല്ലേലൂയ പറയണം സ്വോത്രം. അവരും അവിടെ ചെന്ന് സ്വോത്രം. മാരാമൺ കൺവെൻഷൻ നടന്നപ്പോൾ അതിനുശേഷം നമ്മുടെ ശശി തരൂർ അവിടെ ചെന്നു. ഇവിടെ ഇലക്ഷൻ നടന്നപ്പോൾ ഞാൻ CSIയുടെ വർഷങ്ങളായിട്ടുള്ള പ്രാസംഗികൻ എപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. ഏത് നേതാക്കളും രഹസ്യമായിട്ട് പറയും, ഞങ്ങൾക്ക് മതമില്ല, രാഷ്ട്രീയമില്ല, LMS
ക്യാമ്പസിനകത്ത് ബിഷപ്പിനെ കാണാൻ വരും, കര ഉയരുന്നില്ലല്ലോ. അതുപോലെ ഒരു മതം ലോകത്തെ പിടിക്കണം, അങ്ങനെ ഒരു മതമുണ്ട്. ഒരു മതത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇറ്റലിയുടെ ടൈബർ നദി, അവിടെ 7 മല, വെളിപ്പാട് 7 മലയാ 7 തലയെന്ന് പറയുന്നത്. അത് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. വെളിപ്പാട് 17:8-9. ഇവിടെ ജ്ഞാനം സ്ത്രീ ഇരിക്കുന്ന മല തല 7 മലയാകുന്നു. ആ 7 മലയുടെ പേരാ ക്യാപിറ്റോളിൻ, പാലറ്റേറിയൻ, അവൻ്റെയും കൊറിയൻ, വിമിനൻ, എസ്കലൻ, ജാനിക്കൊലൻ. അവിടെ ഇന്നൊരു സിംഹാസനമുണ്ട്. ആരും തെറ്റിക്കരുത്, കത്തോലിക്ക സഭയുടെ. അപ്പം പറയും പോപ്പാന്ന് അന്തിക്രിസ്തു അല്ല. അടുത്ത ദിവസം വരച്ച് കാണിച്ചു തരാം ആരാ അന്തിക്രിസ്തു എന്ന്. അപ്പം അതിൻ്റെ മേമ്പൊടിയോട് 10 കൊമ്പും 7 തലയും. അടുത്തത് മോള് വായിച്ചട്ടെ. കൊമ്പുകളിൽ 10 രാജമുടിയും. വായിച്ചട്ടെ. കൊമ്പുകളിൽ 10 രാജമുടി അവൻ്റെ ഭരണം. കേരള ഗവൺമെന്റിൽ 10 വകുപ്പുള്ളതുപോലെ ഉലകത്തെ പഠിക്കാൻ 10 രാജമുടി. അതിൻ്റെ പേരാ. ബ്രിട്ടനിൽ ഒരു കല്യാണത്തിൽ പെണ്ണിൻ്റെ തലയിൽ, പെൺകൊച്ചിൻ്റെ തലയിൽ ഒരു ബ്രൈഡൽ ക്രൗൺ വെക്കും, 10 പിന്ന് കാണും. അതുപോലെ മണവാട്ടിയെ ഭരിക്കുവാൻ 10 ഭരണത്തിൻ്റെ മേൻപൊടിയോട് അതാ 10 രാജമുടി, ബ്രൈഡൽ ക്രൗൺ. അടുത്ത വാക്ക് വായിച്ചട്ടെ. തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യേശു, ഉയരത്തിൽ നിന്ന് യവൻ ആഴത്തിൽ നിന്ന് കയറുന്നു. മൃഗം, ബീസ്റ്റ്. ഇനിയുള്ള കാര്യം, അനവധി പേര് തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മ. എത്ര ക്ലിയറാ പത്മോസിൽ യോഹന്നാനോട്. പിന്നെ ഈ മൃഗം എവിടെ നിന്ന് വരും? പിണറായി വിജയൻ സാറാണോ ആൻറ്റി ക്രൈസ്റ്റ്? അല്ല. മോഡി സാറാണോ ആൻറ്റി ക്രൈസ്റ്റ്? അല്ല. ജപ്പാൻ പ്രധാനമന്ത്രിയാണോ? അല്ലേ. ചൈനയിലെ ഷീ ജിൻപിങ് എന്ന പുട്ടിനൊന്നും അല്ല. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. പുള്ളിപ്പുലി എന്ന് പറയുന്നത് ഇന്നത്തെ ഗ്രീസ് സാമ്രാജ്യം. അതിനകത്തുനിന്ന് യവൻ യൂറോപ്പിൽ കയറുന്ന സിറിയായി നയവൻ വരുന്ന. നാളെ പറഞ്ഞുതരാം. അടുത്ത വായിച്ചാട്ടെ. അതിന്റെ കാൽ വായ് സിംഹത്തിന്റെ. ബാബേൽ സാമ്രാജ്യം, തകർന്നു പോയ സാമ്രാജ്യത്വങ്ങൾ എഴുന്നേറ്റ് വരും. നെബൂഖദ്നേസറിന്റെ ബാബേലിന്റെ സിംഹമുഖം. അതിന്റെ കാൽ വായിച്ചാട്ടെ മക്കളെ. മഹാസർപ്പം തന്റെ ശക്തിയും. അവിടെ ഇവിടെ ഒരു വാക്കു കളയല്ല മക്കള്. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിന്റെ കാലെന്താ? കാൽ കരടിക്കാൽ. ഇറാൻ. ഇന്നത്തെ പെങ്കൊച്ചുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഇറാനാ കരടിക്കാൽ. അതിന്റെ വായ് സിംഹവ്. ഇറാഖ്. 3 സ്റ്റേറ്റിൽ കൂടെ അവൻ കയറുന്നത്. 1 ഇറാഖ്, 2 ഇറാൻ. നേരെ യൂറോപ്യൻ യൂണിയൻ അകത്ത് കയറുക. അവിടുന്ന് ഈ ഭരണം പിടിക്കാൻ വരുന്ന അന്തിക്രിസ്തു. അങ്ങനെയെങ്കിൽ അതിന് മഹാസർപ്പ, ഏതനിൽ കണ്ട കുഞ്ഞു പാമ്പ്. വായിക്കാം. ഏതനിൽ വായിച്ചിട്ട് മോള്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം. ഏതനിൽ കണ്ട കുഞ്ഞു പാമ്പ് ഇപ്പൊ മഹാസർപ്പമായി. വലിയ ശക്തി. വായിച്ചട്ടെ. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അതാണ് ചിപ്പുമായിട്ട് അവൻ വരാൻ പോകുന്ന ലോകം ഒരുവന്റെ കയ്യിൽ. അതിൻ്റെ പേരാ വാക്സിൻ്റെ മറവിൽ നിങ്ങളുടെ ഡേറ്റ എല്ലാം കൊണ്ടുപോയിരിക്കുക. നാളെ നമ്മൾ അന്ത്യകാല ഇവർ രോഗങ്ങൾ വെക്കുമ്പോൾ ബാക്കി കാര്യം പറയാം. അപ്പോൾ ബൈബിളിനകത്ത് 2 പ്രവചനങ്ങൾ ക്ലിയർ. 1 വെളിപ്പാട്, പുതിയ നിയമം 27, പത്മോസിൽ യോഹന്നാൻ. 2ാമത്തെ പ്രവചന ദാനിയേൽ പ്രവചനം, പഴയ നിയമം 27, ബാബേലിനകത്ത് കിടക്കുക. ആ ബാബേലിനകത്ത് ദാനിയേലിനോട് സ്വർഗം പറഞ്ഞു, കുഞ്ഞ് നീയും എഴുതിക്കോ വരാൻ പോകുന്ന ഭരണം. ഇവർ 2 പേരും കണ്ടിട്ടില്ല. വായിക്കാം മോള വാക്യം കൂടെ. ദാനിയേൽ പ്രവചനം 7, 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവചനം 7ഉം 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. പുതിയൊരു ഭരണാധികാരി. മൃഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്. അപ്പൊ ചിലർ പേർക്ക് പാസ്റ്റർ എന്ത് പറയുന്നത്, ഈ ഭരിക്കാൻ വരുന്ന മൃഗം ഇനിയും കടുവായോ പുലിയാ. നല്ല ഹേരോദാവിനെ യേശു വിളിച്ചെന്തുവോ? സന്തോഷമില്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ. മരണ വീട്ടിൽ ഇരിക്കുന്ന കണക്ക് ഹേരോദാവിനെ യേശു വിളിച്ചെന്താ? അമ്മ കുറുക്കൻ എന്നില്ലേ വിളിച്ച? നിങ്ങളുടെ കോഴിക്കോട് അടിക്കാൻ വന്നാട്ടെന്നാ അങ്ങനെ വിളിച്ചല്ല. അവൻ്റെ പ്രവൃത്തി കൊണ്ട്. അതുകൊണ്ടാ മൃഗം ഭരണാധികാരി, ബീസ്റ്റ്. അടുത്ത വാക്ക് വായിച്ചോട്ടെ മോളെ. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. ഉലകത്തെ മുഴുവൻ തകർക്കും എതിർ ക്രിസ്തു. അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ ഇന്നത്തെ ഭരണത്തെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. കാൽ കൊണ്ട് ഇന്നത്തെ ഭരണത്തെ ചവിട്ടിക്കളഞ്ഞു. അടുത്ത വാക്ക് മുമ്പേ കണ്ട സകല മൃഗം. വായിച്ചട്ട് മോളെ. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച്. ഉലകം ഭരിച്ച ഭരണാധികാരി ഹിറ്റ്ലർ, മുസോളിനി, യൗമാരെക്കായാലും ശക്തനായ ഒരു ഭരണാധികാരി വരാൻ പോകുന്ന. മുമ്പേ കണ്ട സകല ഏകലോക ഭരണാധികാരികൾ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇപ്പൊ കരമൊന്ന് ഉയർത്തിയാട്ടെ. ബൈബിൾ റെഡിയാന്നോ? ദാനിയേലും വെളിപ്പാടും. ഇതാ ബൈബിളിന്റെ നൈർമല്യത.
ഇവർ രണ്ടുപേരും തങ്ങളിൽ കണ്ടിട്ടുണ്ടോ അമ്മാമ്മേ? യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് തൻ്റെ പ്രിയപുരുഷനായ ദാനിയേൽ ബാബേലിൽ കിടക്കുമ്പോൾ സ്വർഗം പറയുന്ന എഴുതുകുഞ്ഞ്, അതിനുശേഷം 550 കൊല്ലം കഴിഞ്ഞു ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രവചനം കൊടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതാ ബൈബിളിന്റെ തനിമ, സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. അടുത്തതൂടെ കേട്ടോടെ, നല്ല ഡ്രായിങ് പോലെ പോവാം. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ ചെറിയ കൊമ്പ് ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന വത്തിക്കാൻ, ഇതിന്റെ പിടിയിലേക്കാ ലോകം പോകാൻ പോകുന്ന ചെറിയ കൊമ്പ്. അതുകൊണ്ട് മുമ്പിലത്തെ വായിച്ചാട്ട് മോളെ. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. 3 ഭരണങ്ങളെ അവൻ തകർക്കും. ഒന്ന്, തിരുവിതാംകൂർ രാജകുടുംബ പണ്ട് കേരളം ഭരിച്ചിരുന്ന കര ഉയരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം മാറിയില്ലേ അമ്മാമ്മേ? ഇപ്പോഴത്തെ ഭരണം ജനാധിപത്യ ഭരണം. ജനാധിപത്യ ഭരണം കഴിഞ്ഞാൽ ഏകാധിപതികൾ. ആരാ ഏകാധിപതികൾ? സഖാവ് പിണറായി വിജയനോട് മന്ത്രിസഭ രാജിവെക്കാൻ പറഞ്ഞാൽ ഇല്ല. മോഡി സാർ പറയുന്നു മരിക്കുന്നവരെ ഞാൻ പ്രധാനമന്ത്രിയാ. ഷീ ജിങ് പിങ് ചൈന പറയുന്നു 2035 വരെ ഞാൻ പ്രസിഡന്റാ. പുടിൻ പറയുന്നു ഞാനാ പ്രസിഡന്റ്. കൊറിയക്കാരൻ കിങ് ജോങ് പറയുന്നു ഞാനാ. ബൈബിളിനകത്ത് അന്ത്യകാലത്ത് 2 തിമത്തിയോസ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അജിതേന്ദ്രന്മാർ, ഇണയില്ല പിണ കൂടുന്നവർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ, ഉഗ്രന്മാർ. കേട്ട വല്ലവരും ഉണ്ടോ? കര ഉയർത്തിയാട്ട് സ്വോത്രം. ഇതൊക്കെ വായിക്കണം സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ 3 എണ്ണത്തിനെ തകർക്കും. ഒന്ന്, രാജാധിപത്യം അവിടെ തകർന്നു. ഇന്ന് ജനാധിപത്യം അവിടെ നിൽക്കുന്നെങ്കിലും ഏകാധിപതികൾ ലോകത്തിൽ, ആരെ അനുസരിക്കാത്ത ഭരണാധികാരികൾ. ഇതിരെ 3 വേരോടെ വായിച്ചിട്ട് മോളെ, അതുകൂടെ വേരോടെ 3 എണ്ണത്തെ വീഴ്ച കളയും. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ മതി. മനുഷ്യന്റെ കണ്ണവൻ ലോകത്തെ നോക്കും. അതിന്റെ പേരാ 6G ഇന്റർനെറ്റ്. മിണ്ടുന്നില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. ലോകത്തെ നോക്കൂ. അടുത്ത ദിവസങ്ങളിൽ ഇതിലേക്കാ പ്രസംഗം തീർന്നില്ല, ബാക്കി പറയാം. എന്താ, പണ്ടത്തെ കാലത്ത് നമ്മുടെ കുന്നപ്പുഴ ഇരിക്കുന്ന ഒരു മോൻ, അവൻ ഗൾഫിലാ. അവൻ്റെ പപ്പായും മമ്മിയും കുന്നപ്പുഴയാ. സ്വോത്രം. രാത്രി 8:30 മോൻ ഫോൺ ചെയ്യും. പപ്പ എന്തോ കഴിച്ചു. പപ്പ പറയും ഓട്സ് കഴിച്ചു. മോൻ എന്തോ കഴിച്ചു? KFC കഴിച്ചെന്ന്. അങ്ങനെയല്ലേ പറയുന്ന ഫോണിൽ കൂടെ. ഇന്ന് അതാണ്, 2 പേരും ഒരു മൊബൈൽ എടുക്കത്തില്ല. മോൻ അവിടെ ചിക്കൻ തിന്നുന്നത് അപ്പച്ചനും അമ്മച്ചും കാണും, അപ്പച്ചനും അമ്മച്ചും ഓട്സ് തിന്നുന്നത് അവനും കാണും. കരം ഉയരുന്നില്ലല്ലോ സ്വോത്രം. അതിൻ്റെ പേരല്ലയോ നെറ്റ്. അത് കേട്ടിട്ടില്ലേ? നെറ്റ് ഇതില്ല ജീവിക്കാൻ പറ്റുമോ? കിണറ്റിൻ്റെ മേളിൽ ഇടുന്ന വലയല്ല മാമ, ഇതിൻ്റെ പേരാ നെറ്റ്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അത് വന്നു കഴിഞ്ഞു. ലോകം ഒരുവൻ്റെ കയ്യിൽ, അന്ത്യകാലം അതിലേക്കായി ലോകം പോന്ന്. അങ്ങനെ ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ 2 കാര്യം ആദ്യം നടക്കണം. ഒന്ന്, അവൻ്റെ നിയമം അവൻ ഇവിടെ കൊണ്ടുവരും. ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. 2, അവൻ്റെ മിലിറ്ററി ഇവിടെ വരും. ഇത് രണ്ടും പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. എന്താ